ചടങ്ങൊക്കെ കഴിഞ്ഞില്ലേ? എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. മോനെ, മോൻ ഞങ്ങളോട് ഈ കാണിക്കുന്ന കരുതലിനും സ്നേഹത്തിനും എന്ത് പകരം തരുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇതിൽ കരുതലിന്റെയും സ്നേഹത്തിന്റെയും കാര്യമൊന്നുമില്ല. വിവാഹപ്രായമായാൽ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തണം. അത് ബന്ധുക്കളുടെ കടമയാ. നമ്മൾ ആ കടമ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓ അത് ശരി. എന്നെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള പ്ലാന് പൊട്ടിയപ്പോ കടമയായി അല്ലേ? കൊള്ളാം മോനെ ഹിറ്റ്ലറേ. ജ്യോതിമോളെ, ഞാൻ കുറച്ച് അടപ്പായസം എടുത്തു വെച്ചിട്ടുണ്ട്. നീ പോകുമ്പോ അങ്ങോട്ട് കൊണ്ടുപോണേ. അവിടെ എല്ലാവർക്കും കൊടുക്കണം. വാ മോള് വാ, ഞാൻ എടുത്തു തരാം. നിങ്ങളും കൂടെ വന്നേ, ഒന്ന് സഹായിച്ചേ. ഹിറ്റ്ലറെ ഒന്ന് നിക്കണേ, ഞാൻ അമ്മയ്ക്ക് ഇത്തിരി പായസം എടുത്തിട്ട് വരാം. നിനക്ക് സന്തോഷമായില്ലേ? ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. എന്തിന്? ഞാൻ ഏട്ടനോട് വാശി പിടിച്ചില്ലേ, അതിന്. അതുകൊണ്ട് നീ ഉദ്ദേശിച്ച കാര്യം നേടിയില്ലേ? ഏട്ടനും ചേച്ചിയും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്നതിനേക്കാൾ വലിയൊരു സന്തോഷവും എനിക്ക് ഈ ജന്മത്തിൽ കിട്ടാനില്ല. അതിനെക്കുറിച്ചൊന്നും നീ ഇപ്പൊ ആലോചിക്കണ്ട. നടക്കാൻ പോകുന്ന കല്യാണത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. അതല്ല ഏട്ടാ, എനിക്ക് എന്റെ ചേച്ചി അറിയാവുന്നത് പോലെ മറ്റാർക്കും ചേച്ചി അറിയില്ല. എന്റെ ചേച്ചിയുടെ മനസ്സ് നിറയെ ഏട്ടനോടുള്ള സ്നേഹം മാത്രമാണ്. ഏട്ടനേക്കാൾ നല്ലൊരാളെ എന്റെ ചേച്ചിക്ക് ജന്മത്ത് ഭർത്താവായി കിട്ടില്ല. കുറച്ചു കാലം കഴിയുമ്പോ നിങ്ങളുടെ ഈ വഴക്കൊക്കെ മാറും. നിങ്ങൾ തമ്മിൽ ഒരുമിക്കും, അതെനിക്ക് ഉറപ്പായിട്ടാ. ഏട്ടന്റെ മനസ്സിലും ചേച്ചിയുടെ സ്നേഹമുണ്ട്. നീ പോയി ചേച്ചിയോട് വരാൻ പറ. എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. ഹലോ, ആ നീയായിരുന്നോ? എന്തു പറ്റിയടാ പതിവില്ലാതൊരു കോള്? ആ ശരി, ഞാൻ നോക്കട്ടെ. പ്രശസ്ത നടി അമലാദാസ് അഭിനയം നിർത്തുന്നു. പ്രശസ്ത തെന്നിന്ത്യൻ താരം അമലാദാസ് അഭിനയം നിർത്തുന്നതായി അവരോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു. അഭിനയിക്കാമെന്ന് ഏറ്റിരുന്ന 1/2 ഡസനോളം ചിത്രങ്ങളിൽ നിന്ന് അവർ പിന്മാറിയതായാണ് സൂചന. വ്യക്തിപരമായ കാരണങ്ങളാൽ അഭിനയ ലോകത്തോട് വിട പറയുകയാണെന്നാണ് വാർത്തകൾ. തെലുങ്ക് സിനിമകളിലൂടെ അരങ്ങേറ്റം കുറിച്ച് തമിഴിലൂടെ ദേശീയ പുരസ്കാരം നേടിയ മലയാളിയാണ് അമലാദാസ്. കുറച്ചു ദിവസമായി താരം അസ്വസ്ഥയാണെന്നാണ് സൂചനകൾ. മോനെ ശിവ, മോൻ ഇതേക്കുറിച്ചൊന്നും ഓർക്കണ്ട. ഏയ് ഇല്ലമ്മേ, ഒരു ഫ്രണ്ട് അയച്ചെന്ന വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. മോന്റെ പാസ്റ്റിൽ സംഭവിച്ചതൊന്നും ഫ്യൂച്ചർ ലൈഫിൽ പ്രശ്നങ്ങളായി വരരുത്. അമ്മേ, എന്റെ മനസ്സിലിപ്പോ അതൊന്നുമില്ല. അമ്മ പേടിക്കണ്ട, ഇതൊന്നും എന്നെ ബാധിക്കില്ല. മൈസൺ, ആത്മാർത്ഥമായി ലവ് ചെയ്ത ഒരാൾക്ക് അതൊരിക്കലും മറക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ നിന്റെ മനസ്സിൽ അങ്ങനെയൊരു ചിന്തയില്ലെന്ന് നീ പറഞ്ഞതിൽ ഈ അമ്മയ്ക്ക് വിശ്വാസമാണ്. ആ, ഇനി മോന്റെ ലൈഫിൽ പുതിയൊരു പെണ്ണ് വരണം. മനസ്സിലായില്ലേ? നീ ഒരു മാരേജ് കഴിക്കണമെന്ന്.
നിനക്ക് വേണ്ടി അമ്മ ഒരു ബ്യൂട്ടിഫുൾ ഗേളിനെ കണ്ടെത്തി തരും. ചതിക്കില്ല അമ്മ. എനിക്ക് വേണ്ടി ഒരു പെണ്ണിനെയും തൽക്കാലം ആലോചിക്കാൻ നിൽക്കണ്ട. അങ്ങനെ ഒരു ലൈഫൊന്നും ഇപ്പൊ എന്റെ ചിന്തയിലില്ല. പുതിയ പ്രോഗ്രാമിന്റെ തയ്യാറെടുപ്പുകളിലാണ് ഞാൻ. ഐ നോ മൈ സൺ, നിന്റെ പുതിയ ഷോ വലിയ പറ്റിക്കൽസ് ആന്ന് ഈ മദറിന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ എന്തിനു പറ്റിക്കണമ്മേ? ഒരു ഷോയുമായി ഇന്ത്യ മുഴുവൻ ട്രാവൽ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? നിന്റെ ചേട്ടനെ നീ പറ്റിച്ചു, ബാക്കി എല്ലാവരും നീ പറ്റിച്ചു. പക്ഷേ ഈ മദറിനെ പറ്റിക്കാൻ നിനക്ക് പറ്റില്ല മൈസൽ. അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഇനി ഇവിടെ നിന്ന് ഞങ്ങള് നിന്നോടെ മാരേജ് കഴിക്കാനേ നിർബന്ധിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ? അതുകൊണ്ട് ഷോയൊക്കെ ഉണ്ടാക്കി നീ ഈ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നു, അതല്ലേ ട്രൂത്ത്? എടാ മോനെ, 9 മാസവും 9 ദിവസവും ഈ വയറ്റിലിട്ട് വളർത്തിയ മദറായി ഞാൻ. ഈ മദറിനോട് കള്ളം പറയരുത് മൈസൻ. മോനെ, നിനക്കൊരു കുടുംബം ഉണ്ടായി കാണാൻ ഈ അമ്മയ്ക്ക് അതിയായ ആഗ്രഹം ഉണ്ടടാ. നീ ഒരു മാരേജ് കഴിച്ചേ പറ്റൂ. ഞാൻ ഇന്ന് തന്നെ മാട്രിമോണിയിലെ ഒരു പരസ്യം കൊടുക്കാൻ പോവാ. 3 മാസത്തിനുള്ളിൽ നിന്നെ ഞാനൊരു ഹസ്ബൻഡ് ആക്കും. വേണ്ടമ്മേ, അമ്മ എനിക്ക് വേണ്ടി ഇപ്പൊ കല്യാണം ഒന്നും ആലോചിക്കണ്ട. അമ്മ എന്നെ നിർബന്ധിക്കരുത്. നിർബന്ധിച്ച പിന്നെ ഞാനിവിടേക്ക് മടങ്ങി വരികയില്ല. എന്റെ ലൈഫില് ഇനിയൊരു വിവാഹം ഉണ്ടാവില്ലമ്മേ. മൈ ലിറ്റിൽ കണ്ണ, നീ പിന്നെ എന്നെ ചതിക്കുവാണോ? പുറത്ത് കല്യാണം കഴിച്ചിട്ട് ഓരോ കുതിരയും കിടക്കുന്ന പോലെ കിടക്കുക. ഇപ്പൊ ഇവനും മാരേജ് വേണ്ടാന്ന് പറഞ്ഞ ഈ ഫാമിലി ഇതോടെ ക്ലോസ് ആയിപ്പോ. ചതിക്കല്ലേ കണ്ണ. കൃഷ്ണ, ഗുരുവായൂരപ്പ. അമല ഈ തീരുമാനം എടുത്തത് തമ്പി അറിഞ്ഞില്ലേ? അറിയില്ല മാഡം. എനിക്കറിയാം. അവളുടെ കൂടെ ചേർന്ന് തമ്പിയും എന്നെ ചതിക്കുക. തമ്പിയുടെ ഉപദേശം ഇല്ലാതെ അമല ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. മാഡം, തമ്പിക്ക് കാര്യങ്ങൾ അറിയാമായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതെങ്ങനെ സഹദേവന് മനസ്സിലായി? കഴിഞ്ഞ ദിവസം ആ ചെന്നൈയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കമ്പനി പുതിയ പടത്തിന്റെ അഡ്വാൻസ് കൊടുക്കാൻ വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അക്കാര്യം പറയാൻ തമ്പിയെ വിളിച്ചിരുന്നു. എന്നിട്ട് അമലമോൾക്ക് ആ കഥയിലെന്തോ തൃപ്തിയില്ലായ്മ ഉണ്ടെന്നും ഞാൻ പറഞ്ഞിട്ട് അഡ്വാൻസ് വാങ്ങിയാൽ മതിയെന്നും മോള് പറഞ്ഞെന്ന് തമ്പി എന്നോട് പറഞ്ഞു. ചതിയൻ എന്റെ കൂടെ നിന്ന് എന്നെ ചതിച്ചു. മോള് പറഞ്ഞിട്ടാണ് തമ്പി അങ്ങനെ ചെയ്തത്. എനിക്കറിയായിരുന്നു അവളുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാവുമെന്ന്. ആ ശിവയുടെ ചാനൽ കാണാൻ ഇടയാവരുതെന്ന് നമ്മൾ അയാളോട് പ്രത്യേകം പറഞ്ഞ് ഏർപ്പാടാക്കിയതല്ലേ? അതെ മാഡം. പക്ഷേ അതിന് തമ്പിക്ക് എന്ത് ചെയ്യാൻ കഴിയും? കഴിയണം. ഒരു നടിയെ വ്യക്തിപരമായി ഉപദേശിക്കാൻ കഴിവുള്ളവനായിരിക്കണം അവളുടെ മാനേജർ. മാഡത്തിനറിയാലോ, തമ്പിയോട് അമലമോൾക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അതുകൊണ്ട് മാഡം, മോള് പറയുന്നത് തമ്പി കേൾക്കൂ. പിന്നെ മോളിപ്പോ എന്നെ വിളിച്ചതേ ഉള്ളൂ. എന്നിട്ട് അവൾ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. പേടിച്ചിട്ടായിരിക്കും. പറയാനുള്ളത് ആരുടെയും മുഖത്ത് നോക്കി പറയുന്നവളാ അമല. എന്നിട്ട് ഇതുവരെ അവക്ക് എന്നെ വിളിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതിനർത്ഥം പേടി നല്ല സഹദേവ. വളരെ കൃത്യമായ പ്ലാനിങ് എന്നാ. വിളിച്ചിട്ട് സഹദേവനോട് എന്താ പറഞ്ഞത്? അത് ഇപ്പോ ചെയ്യുന്ന 2 സിനിമകൾ കഴിഞ്ഞാൽ
പുതിയ സിനിമകളൊന്നും കമ്മിറ്റ് ചെയ്യേണ്ടെന്ന തീരുമാനം. അത് മാഡത്തിനോട് പറയാൻ പറഞ്ഞു. അപ്പോ അഡ്വാൻസ് വാങ്ങിച്ച മറ്റു സിനിമകളോ? അത് തിരിച്ചു കൊടുക്കാൻ അമ്മയോട് പറയണമെന്ന് പറഞ്ഞു. നോ, അത് നടക്കില്ല. തോന്നുന്നത് പോലെ തീരുമാനിക്കാൻ ഇത് കുട്ടിക്കളിയല്ല, നമ്മളോട് പറഞ്ഞേക്കണം. സഹദേവ, വിഘ്നേശ്വരനെ ഒന്ന് വിളിക്ക്. സാറ് പാർലമെന്റിനകത്തായിരിക്കും മാഡം. ഇനിയിപ്പോ ബ്രേക്ക് ടൈമിലെ വിളിക്കാൻ പറ്റൂ. മാഡം നേരിട്ട് പോയി വിഘ്നേശ്വർ സാറിനെ കാണുന്നതാണ് നല്ലത്. എത്രയും പെട്ടെന്ന് അമലമോളുടെ കല്യാണം നടത്തണം, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. എന്റെ ജീവിതം മുഴുവൻ ഞാൻ ഹോമിച്ചത് അവക്ക് വേണ്ടിയാണ്. അവക്ക് നേടാനുള്ള ലോകങ്ങളൊക്കെ ഞാൻ നേരത്തെ എണ്ണി തിട്ടപ്പെടുത്തി കൊടുത്തതാ. എന്നിട്ടും പാതി വഴിയിൽ അവൾ അത് ഉപേക്ഷിച്ച എനിക്ക് കടുത്ത തീരുമാനം തന്നെ എടുക്കേണ്ടി വരും. മാഡം തമ്പി വിളിച്ചപ്പോ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. DKയുടെ അനിയന്റെ കാര്യം മാഡം പറഞ്ഞു ശരിയാ. മോള് ആ വീഡിയോ കണ്ടിരുന്നു. എന്നിട്ട് പകുതിക്ക് വെച്ച് ഷൂട്ടിംഗ് മതിയാക്കി ഹോട്ടലിലേക്ക് പോയി. എന്നിട്ട് തമ്പിയോട് ശിവയെ കുറിച്ച് അന്വേഷിച്ചു. സഹദേവൻ, വൈകിട്ടത്തെ ഫ്ലൈറ്റിന് തന്നെ ബാംഗ്ലൂർക്ക് പോകണം. അവളെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. മാഡം കൂടി വരുന്നതല്ലേ നല്ലത്. അത് വേണ്ട. ഈ അവസ്ഥയിൽ ഞങ്ങൾ തമ്മിൽ നേരിട്ട് സംസാരിച്ച അത് വലിയ വഴക്കിലേ എത്തും. സഹദേവൻ സംസാരിച്ചാൽ മതി. ശരി മാഡം. ഒന്നുകിൽ സിനിമ, അല്ലെങ്കിൽ വിഘ്നേശ്വറുമായിട്ടുള്ള കല്യാണം. രണ്ടിലൊന്ന് സമ്മതിപ്പിച്ചിട്ടേ മടങ്ങി വരാവൂ. ഞാൻ ഏറ്റു മാഡം. എന്നാ പിന്നെ പോയി ടിക്കറ്റിനുള്ള ഏർപ്പാടി. ശരി മാഡം. സഹദേവ. എന്തേ മാഡം? ഒരു കാര്യം അവളോട് പ്രത്യേകം പറഞ്ഞിട്ടേ വരാവൂ. ഒരിക്കൽ പറ്റിയ കയ്യബദ്ധം ഇനി ആവർത്തിക്കില്ലെന്ന്. അധികം കളിച്ച അവൻ ഈ ഭൂമിയിലെ ഉണ്ടാവില്ലെന്ന് അവളോട് പറഞ്ഞേക്ക്. ഇത് എന്റെ തീരുമാനം. വയ്ക്കോ. ശിവകൃഷ്ണ, വിടില്ല ഞാൻ അവനെ. അർജുൻ, അർജുൻ, എന്താ മാഡം? കുറെ നേരമായില്ലോ പോയിട്ട്. ഞാൻ പറഞ്ഞ കാര്യം അക്കൗണ്ട്സിൽ പറഞ്ഞില്ലേ? പറഞ്ഞു മാഡം. ആ ഫയല് ഗൂഗിൾ സാറിന്റെ കയ്യിലെന്ന് അവര് പറയുന്നത്. ഗൂഗിൾ ഓഫീസിലില്ലേ? ഇല്ല മാഡം. കുറെ ഫയല് ഗൂഗിൾ സാർ മേശകത്ത് കൂട്ടിയിട്ടാ പോയിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ആ ഫയൽ. എന്താ ഇവരൊക്കെ ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാതെ പെരുമാറുന്നേ? ഇത് അതിന്റെ ഒന്നല്ല മാഡം. മാഡത്തെ ഓഫീസിന്റെ ചുമതല ഏൽപ്പിച്ച അന്ന് മുതൽ തുടങ്ങിയതാ ഇതൊക്കെ. നോക്കട്ടെ ഏതുവരെ പോകുന്നു. ഈ ഫയല് ഒന്നും കൊടുത്തേക്ക്. ശരി മാഡം. May I come in, madam? Yes, come in.
ബഹുമാനിക്കാനൊക്കെ അറിയാം. മുതലാളിയെ ബഹുമാനിക്കാതെ പറ്റില്ലല്ലോ. ബഹുമാനിച്ചില്ലെങ്കിൽ പിന്നെ ആ കാരണവും പറഞ്ഞ് ജോലിന്നെങ്ങാനും പിരിച്ചു വിട്ടാലോ? വീട്ടില് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ആണേ. ആ, എന്റെ ശമ്പളം കൊണ്ടാ അവര് ജീവിക്കുന്നത്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നല്ലേ ഓഫീസിലേക്ക് വരുന്നത്? വാ, വന്നിരിക്കും. കണ്ടില്ലേ, നിങ്ങളുടെ കസേരയിൽ ഞാൻ ഇതുവരെ കയറി ഇരുന്നിട്ടില്ല കേട്ടോ. ഞാനിവിടെ ഈ കസേരയിൽ ഇരിക്കുന്നു. ഏത് കസേരയിൽ ഇരിക്കണം തീരുമാനിക്കേണ്ടത് അവനവനാ. നിന്റെ യോഗ്യത ആ കസേരയിൽ ഇരിക്കാനേ ഉള്ളൂ എന്ന് നീ തീരുമാനിച്ചെങ്കിൽ നീ ഇപ്പൊ ഇട്ടിരിക്കുന്ന ആ കസേര അവിടെ തന്നെ കിടക്കട്ടെ. അയ്യോ, കളിയാക്കല്ലേ ചേട്ടാ. വേണമെങ്കിൽ ഞാൻ എന്റെ കസേര ഇപ്പൊ തന്നെ എടുത്ത് മാറ്റാം. എന്നിട്ട് നിങ്ങളുടെ കസേര കയറിയിരിക്കാം. എന്തായാലും ഇനി അത് വേണ്ട. തൽക്കാലം നീ ഇട്ട കസേര അവിടെ തന്നെ കിടക്കട്ടെ. ഇരിക്കുന്നില്ലേ? ഇരിക്കേ. എന്തായി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ഒരു ഓഫീസ് നോക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായില്ലേ? ഇങ്ങനെയാണോ ഓഫീസ് നടത്തിയിരുന്ന താങ്കൾ? ഒരു സെക്ഷനിലും ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല. നിങ്ങള് വലിയ കണിശക്കാരനൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നതൊന്നും നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു കാര്യവും നേരെ ചൊവ്വ നടന്നിട്ടില്ല. ഓരോ ഫയല് ചോദിക്കുമ്പോഴും അതെവിടെയാണെന്ന് പോലും പലർക്കും അറിയില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലേ? ആ, ശ്രമിക്കണമല്ലോ. ഭാവിയിൽ ചിലപ്പോ നിങ്ങൾ തരുന്ന നഷ്ടപരിഹാരത്തിനൊപ്പം ചിലപ്പോ ഈ ഹോട്ടലും കൂടി എഴുതി തന്നാലോ? അല്ലെങ്കിൽ നമ്മുടെ ഡിവോഴ്സ് കേസിലെ ജീവനാംശമായി ചിലപ്പോ കോടതി ഈ റെസ്റ്റോറന്റ് എന്റെ പേരിൽ എഴുതി തരാൻ വിധിച്ചാലോ? അപ്പോഴും ഇതൊക്കെ നോക്കി നടത്തണ്ടേ? അതുകൊണ്ടാ ഞാൻ കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വേ പഠിക്കുന്നത്. നിന്റെ ആഗ്രഹം കൊള്ളാം. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ ഇരിക്കും. അതുപോലെ ആയിരുന്നു ഇതുവരെ. ഇപ്പോഴാ ഇതിനൊരു അടുക്കും ചിട്ടയൊക്കെ വന്നത്. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഇതൊരു പരാതിയായിട്ടൊന്നും എടുക്കണ്ട, ഒന്ന് മനസ്സിലാക്കി വെച്ചാ മതി. നീ എന്താന്ന് വെച്ച കാര്യം പറ. നിങ്ങളുടെ മരുമക്കള് രണ്ടുപേരും അത്ര സുഖത്തിലല്ല എന്നോട് പെരുമാറുന്നത്. ഒരു ജോലി ഏറ്റെടുക്കുമ്പോ ഇതുപോലുള്ള എതിർപ്പുകളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കണം. പിന്നെ ഇതുവരെ അവരല്ലേ ചില കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. ആ അധികാരം നഷ്ടപ്പെടുന്നതിന്റെ ചില വിഷമങ്ങൾ അവർക്കുണ്ടാകും. അപ്പൊ അത് അവരെ ഫീൽ ചെയ്യിക്കാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ്. ഇങ്ങനെയൊക്കെയാണ് അവരെന്നോട് പെരുമാറുന്നതെങ്കിൽ ചിലപ്പോ ഞാൻ ഫീൽ ചെയ്യിക്കും. എന്തൊക്കെയായാലും നിന്റെ ഭരണം കഴിയുമ്പോ ഈ റെസ്റ്റോറന്റ് ഇതുപോലെ ഇവിടെ തന്നെ ഉണ്ടാവണം. എനിക്കത്രേ പറയാനുള്ളൂ. ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. ഒന്നുകിൽ ഞാനിത് നന്നാക്കും, അല്ലെങ്കിൽ ഇത് പൂട്ടിക്കെട്ടി ഇതിന്റെ താക്കോല് നിങ്ങളുടെ കയ്യിലോട്ട് അങ്ങ് വെച്ച് തരും. രണ്ടാമത് പറഞ്ഞത് നിന്നെ കൊണ്ട് നടപ്പാക്കാൻ എളുപ്പമാണെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ വീട്ടിലേക്കാ. നീ വരുന്നുണ്ടോ? അയ്യോ, പിന്നെ വരാതെ വാ, നമുക്ക് ഒരുമിച്ചിറങ്ങാം.